എല്ലാവർക്കും ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഏതായാലും കോവിഡൊക്കെയാണ്, വീട്ടിൽ തന്നെയാണ്. അപ്പോൾ ചെറിയൊരു സ്നാക്സ്, നമുക്കൊരു 2 ആഴ്ചത്തേക്കുള്ള സ്നാക്സ് നമ്മൾ റെഡിയാക്കിയാണ്, നിങ്ങൾക്ക് കാണാം. അതിൻ്റെ പേര് നമ്മൾ സാധാരണ വീടുകളിൽ ചെയ്യുന്ന അവൽ വിളയിച്ചതാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ കൂട്ട് നമുക്ക് മനസ്സിലാക്കാം. കുക്കിംഗ് ചെയ്യാൻ എല്ലാവരും സേഫ് അല്ലേ? അവല് വിളയിച്ചിന് നമ്മളിപ്പോ വാങ്ങിച്ചേക്കുന്നത് കണ്ടോ, ചെമ്പ അവലാണ്. അത് റെഡ് ആയിട്ടുള്ളത് ചെമ്പ അവലാണ് നമ്മൾ വാങ്ങിച്ചേക്കുന്നത്. ഏകദേശം ഒരു 50-55 രൂപയാണ് 1 കിലോ വാങ്ങിച്ചേക്കുന്നത്. പിന്നെ നമ്മൾ എടുത്തേക്കുന്ന ഒരു 750 ഗ്രാം ശർക്കരയുണ്ട്. അത് ബ്ലാക്ക് ആണ് ശർക്കര. പിന്നെ വന്നിട്ട് ഇങ്ങനെ പരിപ്പുണ്ട്, സാധാ പരിപ്പല്ല, പൊട്ടുകടലയുടെ പരിപ്പ്. പിന്നെ വന്നിട്ട് ജീരകം, ഏലക്ക, അണ്ടിപ്പരിപ്പ്, കിസ്മിസ്, നെയ്യ്, മിൽമയുടെ നെയ്യുണ്ട്. പിന്നെ ഒരു മുറി തേങ്ങയുണ്ട്. ഓക്കെ, ഇത്ര സാധനങ്ങളാണ് നമ്മൾ ഇൻഗ്രീഡിയൻസ് ആയിട്ടുള്ളത്. നമുക്കൊരു മുറി തേങ്ങ നമുക്ക് എടുക്കണം. തേങ്ങ ചിരണ്ടാൻ എനിക്ക് ഇഷ്ടമാണ്. അതിനുള്ള സ്പീഡിലായിരിക്കും നമ്മൾ തേങ്ങ ചിരട്ടണം. കണ്ട, എക്സ്പെർട്ടാണ് നമ്മൾ തേങ്ങ ചിരണ്ടാനായിട്ട്. കിസ്മിസ്, പരിപ്പ് ഇതൊന്ന് വറുത്തെടുക്കും, ജസ്റ്റ് നെയ്യിൽ വറുത്തെടുക്കുവാണ് കേട്ടോ. ചെറിയ രീതിയിൽ വറുത്തെടുത്താൽ മതി കണ്ടോ. ചെറിയ തീയിൽ നമ്മൾ നെയ്യിൽ വറുത്തെടുക്കുക. ഇത് അണ്ടിപ്പരിപ്പ്, കിസ്മിസ്, പരിപ്പ് കണ്ടത് ഇതേപോലെ കുറച്ച് നെയ്യ് ഇട്ടിട്ട് വറുത്തെടുക്കും. നമ്മളിപ്പോൾ വീടുകളിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഞാനിത് ചെയ്യാറുണ്ട്. കാരണം സ്നാക്സ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാനായിട്ടാണ് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ചെയ്യാറുണ്ട്. 1-2 ആഴ്ചത്തേക്കൊക്കെ നമ്മൾ ഉപയോഗിക്കും. ഇനി നമുക്ക് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ ഇതേ നോക്കിയോളൂ. നമ്മൾ ആ അവലെടുത്തിട്ടൊന്ന് 1/2 കിലോ അവലുണ്ട്. ആ അവലൊന്ന് നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം. ഒരുപാട് ഇതാണ്ട, ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുത്താൽ മതി. ഒരു അലുമിനിയത്തിൻ്റെ ഉരുളിയാണ് നമ്മൾ എടുത്തേക്കുന്നത്. അതിൽ നമ്മൾ ഇതൊന്ന് നൈസായിട്ട് ചൂടാക്കി എടുക്കുക. ഇപ്പുറത്ത് നമ്മൾ ശർക്കര വെച്ചിട്ടുണ്ട് കേട്ടോ, ശർക്കര ഉരുക്കാൻ വെച്ചിട്ടുണ്ട്. അത് വേറൊരു പാത്രം, കാരണം മണ്ണ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് ഉള്ളതുകൊണ്ട് നമ്മൾ ശർക്കര എപ്പോഴും ഉരുക്കിയെടുക്കുക. ഉരുക്കിയെടുത്തിട്ട് ഏറ്റവും അടിയിൽ വന്നിട്ട് ഇതിൻ്റെ മണ്ണ്, ശർക്കരയിൽ ഉണ്ടാകുന്ന അഴുക്കുകൾ ഉണ്ടാവുമല്ലോ, മണ്ണ് കാര്യങ്ങളൊക്കെ, അതൊക്കെ ഏറ്റവും അടിയിൽ ശർക്കരയുടെ നോക്കിക്കോളും, ശർക്കരയുടെ ഏറ്റവും അടിയിലുണ്ടാവും. ഇത് ഉരുക്കി കഴിയുമ്പോൾ ഏറ്റവും അടിയിൽ, അത് നമ്മൾ ഒരിക്കലും ഇതിൻ്റെ അകത്ത് ഉപയോഗിക്കരുത്, കാരണം മണ്ണ് കടിക്കും. അതുകൊണ്ട് ശ്രദ്ധിക്കുക, നന്നായിട്ട് ഉരുക്കിയെടുക്കുക. വളരെ സിമ്പിൾ പരിപാടിയാണ്. നമുക്ക് വീട്ടിൽ ആണുങ്ങൾക്കും ചെയ്യാം, പെണ്ണുങ്ങൾക്കും ചെയ്യാം. ഏതായാലും എല്ലാവരും കോവിഡായിട്ട് വെറുതെ ഇരിക്കുകയല്ലേ. ഇപ്പം ഇളക്കാനായിട്ടൊക്കെ എൻ്റെ മോളെ എൻ്റെ നസ്നി എന്ന അവളുടെ പേര്, അവളെ ഞാൻ ഏൽപ്പിച്ചേക്കുന്നത്. അപ്പോൾ ആളിടയ്ക്ക് ചെയ്തോളൂ, എന്തെങ്കിലുമൊക്കെ ഹെൽപ്പൊക്കെ ചെയ്യുക. ഇപ്പം നമ്മൾ ശർക്കര ഉരുക്കിക്കൊണ്ടിരിക്കുകയാണ്, മറ്റേത് അവല് ഒന്ന് ചൂടായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ആ ജീരകവും ഏലക്കായും എടുത്തിട്ടുണ്ട്, അതൊന്ന് ഇതിനിടയ്ക്ക് ഒന്ന് പൊടിച്ചു വെക്കുന്നത് നല്ലതായിരിക്കും. നന്നായിട്ട് പൊടിച്ചെടുക്കുക. ഇത് അവസാനം ചേർത്താൽ മതി. ഏലക്കായും ജീരകവും കൂടി ഏറ്റവും അവസാനം ചേർത്താൽ നല്ല സ്മെല്ല് കിട്ടും. കുറച്ച് ചുക്കും കൂടി ചേർത്താൽ നല്ലതായിരിക്കും. സ്വല്പം നന്നായിട്ട് ഉരുകി വരുന്നുണ്ട് കേട്ടോ, നന്നായിട്ട് ഉരുകുന്നുണ്ട്. നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഇടയ്ക്ക്.
ഇനി നമ്മൾ തേങ്ങയാണ് ഇടേണ്ടത്. തേങ്ങ കണ്ടോ, ഇടയ്ക്ക് തേങ്ങ ചെറുതായിട്ടൊന്ന് ഇതാക്കിയാൽ മതി, ജസ്റ്റ് ഒന്ന് വറുക്കുക. ഓക്കെ, നമ്മൾ ശർക്കര ഉണ്ട്, ശർക്കര പാനിയാക്കി വെച്ചിട്ടുണ്ട്. ശർക്കര പാനിയാക്കിയത് ഒന്ന് ഒഴിക്കുക അതിൻ്റെ അകത്ത്. ശർക്കര പാനിയാക്കിയത് വെച്ചിട്ടുണ്ട്, അതങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. ഏറ്റടിയിൽ മണ്ണുണ്ട്, നമ്മളത് എടുക്കരും കേട്ടോ, മണ്ണുണ്ട്. ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ, എല്ലായിടത്തും ആ ശർക്കര എല്ലായിടത്തും പിടിക്കണം നന്നായിട്ട്. അവല് എല്ലായിടത്തും കറക്റ്റായിട്ട് പിടിക്കണം. 1/2 കിലോ അവലും 750 ഗ്രാം ശർക്കരയാണ് നമ്മൾ എടുത്തേക്കുന്നത്. എല്ലായിടത്തും പിടിക്കുക, നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ചെറിയ ചൂടേ വെക്കാവുള്ളൂ, ഒരുപാട് ചൂടങ്ങോട്ട് വെക്കരുത്, ചെറിയൊരു ചൂട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് പെട്ടെന്ന് കാര്യങ്ങൾ നമുക്ക് നീക്കാം. ഇതിൽ നമ്മൾ ചേർക്കേണ്ട, അവസാനമായിട്ട് ചേർക്കേണ്ട നമ്മൾ ജീരകം ചേർക്കണം കേട്ടത്. കണ്ടോ, നമ്മൾ ആ ജീരകവും ഏലക്കായും കൂടി നമ്മൾ പൊടിച്ചു വെച്ചിട്ടുണ്ട്, അത് ചേർക്കുക. വളരെ സിമ്പിൾ പരിപാടിയാണ്. ജീരകം ഏലക്കായും കൂടി നമ്മൾ ചെയ്തിട്ടുണ്ട്. ആ സ്മെല്ല് വരുന്നുണ്ട്, ഏലക്കായുടെ സ്മെല്ല് വരുന്നുണ്ട്. അതുകൂടാതെ ഒന്ന് ഡ്രൈ ആയതിനു ശേഷം നമ്മൾ അവസാനമായിട്ട് നെയ്യിൽ വറുത്ത് വെച്ചേക്കണതേ അണ്ടിപ്പരിപ്പ്, കിസ്മിസ്, പരിപ്പ്, ഇതെല്ലാം കൂടി നമ്മൾ അവസാനമായിട്ട് ചേർത്ത് കഴിഞ്ഞ് നമ്മുടെ പരിപാടി കഴിയും. നല്ല ടേസ്റ്റുള്ള പരിപാടിയാണ്. ഈ പരിപ്പില്ലേലും കുഴപ്പമില്ല കേട്ടോ, പരിപ്പില്ലേലും നമുക്ക്, ഇത് വലിയ പരിപ്പാണ്, ഇതിനു വേണ്ടിയിട്ടുള്ള പരിപ്പാണ്, അതില്ലേലും കുഴപ്പമില്ല. അണ്ടിപ്പരിപ്പും കിസ്മിസും ചേർത്താൽ ഇടയ്ക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കുന്നതാണ്. കുറച്ചേരം ഒന്ന് ഡ്രൈ ആയി വരണം, അത് ചെറിയൊരു തീ വെച്ചാൽ മതി. അതായത് RKG കണ്ട, RKG മിൽമയുടെ RKG നമ്മളിപ്പോൾ ചേർത്തേക്കുന്നത് കണ്ട, മിൽമയുടെ RKG നമ്മൾ ചേർത്തണം. RKG ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇടയ്ക്കൊന്ന് ശരിക്കും ഡ്രൈ ആകണം കേട്ടോ, ഇതൊന്ന് ചെറിയ തീയിൽ അങ്ങോട്ട് ശർക്കര ഒന്ന് പിടിക്കണം അതിൻ്റെ അകത്ത്. ഏറ്റവും അവസാനം ഉണ്ടല്ലോ നമുക്ക് കുറച്ച് എള്ള് ചേർക്കണം അതിനകത്ത്. എള്ള് നമ്മൾ ഇതേപോലെ നെയ്യിൽ തന്നെ വറുത്തിട്ട് നമ്മൾ കുറച്ച് എള്ള് ചേർക്കണം. എള്ള് ചേർത്തിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ചെറുതായിട്ട്. ശർക്കര ഒന്ന് ഉരുക്കി പിടിക്കണം, അതുവരെ ഒന്ന് ചെറുതായിട്ടൊന്ന് ചെറു തീയിൽ നമ്മൾ ഒന്ന് വഴറ്റി കൊടുക്കണം. ഒരു 1/2 മണിക്കൂർ എടുക്കുക ഏകദേശം. എന്നിട്ട് ഓഫ് ചെയ്ത് വെക്കുക. ഓഫ് ചെയ്തതിന് ശേഷം 1 മണിക്കൂർ 1 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്കിത് ഉപയോഗിക്കാൻ തുടങ്ങാം. ഇത് കേടാവൂല, ഒരാഴ്ചയോളം 1-2 ആഴ്ചയോളം നമുക്ക് ഈ സാധനം ഇരിക്കും. ഹായ് ഗൈസ്, ഏതായാലും നമ്മുടെ അവല് വിളയിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മുടെ നെസ്നീനുണ്ട്, നെച്ചും ഉണ്ട്, അവൾക്ക് നമുക്ക് കൊടുക്കാം. ഇതെങ്ങനെ ടേസ്റ്റ് ചെയ്ത് നോക്കാം. എങ്ങനെയുണ്ട്? ഇടക്കിടക്ക് നിങ്ങളുടെ അമ്മമാരുടെ അടുത്തൊക്കെ ഇങ്ങനത്തെ ഇതൊക്കെ ഉണ്ടാക്കി തരാനൊക്കെ പറയണേ.